ഷൈജു ഈ പോപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞാണ് എനിക്ക് സംശയം. അതൊക്കെ പള്ളി പറഞ്ഞ പറഞ്ഞാൽ മതി. ഇല്ല ഞാൻ താങ്കൾ ചോദിച്ചു ഷൈജോട് ചോദിച്ചു വരാം. താങ്കൾ പറഞ്ഞ വാക്ക് താങ്കൾ പാലിക്കണം. താങ്കൾ ചോദിച്ചത് ഇത് എന്റെ ഊഴാണ്. താങ്കളുടെ സമയം താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ സമയത്താണ് 1 മിനിറ്റ് ചോദിച്ചിട്ട് ഇപ്പൊ താങ്കൾ പാലിക്കണമെന്നേ. താങ്കൾ പറഞ്ഞാട്ടെ എന്തിനാണ് ഇത്ര അസ്വസ്ഥത? എനിക്ക് പറയാനുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ ഒരു ചോദ്യമുണ്ട്, എന്താണ് കൃഷ്ണനും ക്രിസ്തുവും ഒന്നാണോ? അങ്ങനെ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്ത് ഇന്റർ റിലീജിയസ് കോൺവെർസേഷന് വേണ്ടി ഒരു കോൺഗ്രിഗേഷൻ, ഒരു മന്ത്രിസഭ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സഭയുടെ പേരാണ് കത്തോലിക്ക സഭ. ഇന്റർ റിലീജിയസ് ഡയലോഗിന് വേണ്ടി മാത്രം ഒരു മന്ത്രിസഭ, ഒരു വലിയ ബിൽഡിംഗ്, ഒരു വലിയ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ്. അവർ ലോകത്തുള്ള സകല മതങ്ങളോടും പോയി സംസാരിക്കുകയാണ്. അവരോട് ചെന്ന് പറയുകയാണ്, നിങ്ങളുടെ മതത്തിലും ഞങ്ങളുടെ മതത്തിലും നന്മയുണ്ട്, ഈ നന്മയെ പരസ്പരം സ്വീകരിക്കണം. നിങ്ങൾ ആദ്യം സഭ എന്താണെന്ന് പഠിക്കണം. പണ്ട് മതത്തിൻ്റെ പേരിൽ കൊല്ലും കൊലയും ഉണ്ടായിരുന്ന കാലത്ത് ഇങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ചെയ്യും എന്ന് നിങ്ങളങ്ങനെ പറയരുത്. ആ കാലത്ത് നിന്ന് സഭകൾ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു. ഗുരുമൂർത്തി അത് ഗുരുമൂർത്തി മിണ്ടാതിരിക്കുന്നു, ഞാൻ പറയട്ടെ എന്ന്. ഗുരുമൂർത്തി അത് മനസ്സിലാക്കണം. ആദ്യം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ലോകത്ത് സമാധാനത്തിന് വേണ്ടി ഒന്നും മിണ്ടാതിരിക്കും. ഗുരുമൂർത്തി, നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്ത് പറയൂ. നിങ്ങൾ അല്പം മര്യാദ കാണിക്കൂ. നിങ്ങൾക്കെന്താ മര്യാദ ഇല്ലാത്തത്? നിങ്ങൾക്കെന്താ മര്യാദ ഇല്ലാത്തതെന്ന് ആദ്യം അത് മനസ്സിലാക്കണം. എന്താ പ്രശ്നം എന്നറിയാമോ? ഈ ഗുരുമൂർത്തിയുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെയൊക്കെ ചിന്ത. ഇതിനു മുമ്പ് ഞാനൊരു 24 ചാനലിലെ തന്നെ ഒരു ചർച്ചയ്ക്കിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്ദീപ് വചസ്പതി പറഞ്ഞു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞു. മറ്റൊരർത്ഥത്തിൽ മറ്റു മതങ്ങളെ ഞങ്ങളങ്ങ് ടോളറേറ്റ് ചെയ്യുകയാണെന്നാണ് ഈ പറഞ്ഞത്. ഈ ടോളറേറ്റ് ചെയ്യുക, ഞങ്ങൾ മറ്റു മതങ്ങളെ സഹിക്കുകയാണ് എന്ന ഒരു ചിന്താഗതി വളർത്തിയെടുക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. അവിടെയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പ്രശ്നം. അവരുടെ ധാരണ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സിഖിനെയും പാഴ്സിയെയും ബാക്കിയുള്ളവരെയും എല്ലാം ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഈ അതിതീവ്ര ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഗുരുമൂർത്തിയെ പോലെയുള്ള ചില ആളുകളുടെ ധാരണ മറ്റുള്ളവരെയൊക്കെ ഞങ്ങളങ്ങ് സഹിക്കുകയാണെന്നാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് സഹിക്കുകയല്ല, നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ആ മനോഭാവം, നിങ്ങളുടെ രാഷ്ട്രീയം പുറത്തേക്ക് വന്ന സമയം മുതൽ നിങ്ങൾക്ക് ഇത്തരം ഒരു മനോഭാവം ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. യു ഡോണ്ട് ഹാവ് ടു ടോളറേറ്റ് അസ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളിപ്പോൾ ഉണ്ടായ സംഭവത്തെ, നന്ദഗോവിന്ദം ഭജൻസുമായി ഉണ്ടായ സംഭവത്തെ കണ്ണ് തുറന്ന് കാണണം. അത് കണ്ണ് തുറന്ന് കാണുമ്പോൾ മനസ്സിലാകും കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദു മനസ്സ് മതസൗഹാർദ്ദത്തിനൊപ്പമാണ്. നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ അത്തരം മനസ്സില്ലാതെ വിഷചിന്തകളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.